മാഷിൻ്റെ സ്വന്തം അപ്പു. രചന സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 41. രാവിലെ അലാറം കേട്ട് അപ്പു എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ നന്ദൻ്റെ കൈക്കുള്ളിലാണെന്ന് മനസ്സിലായി. അവളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടക്കുകയാണ് നന്ദൻ. ഇനി ഒരിക്കലും അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന മട്ടിൽ. അപ്പു പതിയെ നന്ദൻ്റെ കൈകൾ വിടുവിക്കാൻ നോക്കി. എന്നാൽ അവൻ വിടുന്ന മട്ടില്ല. പ്ലീസ് നന്ദേട്ടാ, അമ്മ തിരക്കും. അവൾ അവൻ്റെ കൈ പതിയെ വിടുവിക്കാൻ നോക്കിക്കൊണ്ട് വല്ലാതെ കുഴഞ്ഞു. പെണ്ണ്, എവിടേക്കാ പെണ്ണെ ഈ പായുന്നത്? നിന്നെയും ചേർത്ത് പിടിച്ചിങ്ങനെ കിടക്കാൻ എന്ത് രസമാണെന്നറിയാമോ? നന്ദേട്ടന് സ്കൂളിൽ പോകണ്ടേ? ഞാൻ താഴേക്ക് ചെല്ലട്ടെ? നീ ചെന്നില്ലെങ്കിലും അമ്മയെല്ലാം റെഡിയാക്കും. എൻ്റെ മോളിപ്പോൾ നന്ദേട്ടനെ സ്നേഹിക്കുക അല്പനേരം. ഷു, ഈ നന്ദേട്ടൻ ഇപ്പോഴോ? ഒന്ന് പോയേ. അപ്പു പിന്നെയും അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് കുതറാൻ തുടങ്ങി. ഇല്ല, നടക്കില്ല അപ്പു. എത്ര നാളായി എന്നെ ഇങ്ങനെ? നന്ദനൊരു പ്രത്യേക ഭാവത്തിൽ പറയുമ്പോൾ പെണ്ണിൻ്റെ മുഖം നാണത്താൽ ചുവന്നു. നന്ദേട്ടാ, വേണ്ട, എനിക്ക് പേടിയാണ്. അവളുടെ കണ്ണുകളിൽ ഭയം തിങ്ങി നിറയുന്നത് കണ്ടപ്പോൾ നന്ദൻ്റെ കൈകൾ അപ്പുവിൻ്റെ ശരീരത്തിൽ നിന്നും അയഞ്ഞു. അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു. അപ്പു നന്ദൻ്റെ കൈകളിൽ പിടിച്ചു. എന്നോട് ദേഷ്യപ്പെടലേ നന്ദേട്ടാ, എനിക്ക് പേടിയാണ്. ഞാൻ നന്ദേട്ടനെ സ്നേഹിക്കുമ്പോൾ തോറ്റുപോകുമെന്ന് പേടി. എൻ്റെ മനസ്സിൽ നന്ദേട്ടൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ശരീരം എന്നെ തോൽപ്പിക്കുമോ എന്ന് എനിക്ക് ഭയമാണ്. ഭയം കണ്ണുകളിൽ തിരയിളക്കം തീർക്കുന്ന പെണ്ണിനെ കാണേ നന്ദൻ്റെ നെഞ്ചു പിടഞ്ഞുപോയി. നന്ദേട്ടനെ സ്നേഹിക്കുമ്പോൾ നിന്നെ തോൽക്കാൻ ഞാൻ അനുവദിക്കുമോ അപ്പു? നിന്റെ മനസ്സിലെ ഭയമാണത്. എന്തിനും ഞാൻ കൂടെ ഇല്ലേടി? അപ്പു പിന്നിലൂടെ നന്ദനെ വാരി പുണർന്നു. ക്ഷമിക്കില്ലേ നന്ദേട്ട അപ്പുവിനോട്? മറ്റൊരാൾക്ക് പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കുന്നുമ്പേ. അപ്പു. ശാസനയോട് കൂടിയുള്ള നന്ദൻ്റെ വിടകേട്ട് അപ്പു ബാക്കി പറയാൻ വന്നത് നിർത്തി. നന്ദൻ അപ്പുവിൻ്റെ നേർക്ക് തിരിഞ്ഞു നിന്നു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ അപ്പു നിനക്ക്? മോളെ, നന്ദേട്ടൻ നിന്റെ ശരീരത്തെ അല്ല സ്നേഹിച്ചത്, നിന്റെ മനസ്സിനെയാണ്. നീ അങ്ങനെയാണോ കരുതി വെച്ചിരിക്കുന്നത്? എന്തിനാ അപ്പു വീണ്ടും വീണ്ടും പഴയ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ സങ്കടപ്പെടുന്നത്? എത്ര കൊതിയാണെന്നറിയാമോ എനിക്ക് നന്ദേട്ടൻ്റെ അപ്പു ആവാൻ. പക്ഷേ എന്തോ ഒന്ന് എന്നെ പിന്നിലേക്ക് വലിക്കുന്നു. നന്ദേട്ടനെ സ്നേഹിക്കുമ്പോൾ ഞാൻ തോറ്റുപോകുമോ എന്ന ഭയമാണ്. അങ്ങനെ ഉണ്ടായാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല നന്ദേട്ടാ, അപ്പു ഏങ്ങലടിയോളോട് പറഞ്ഞു. ഇല്ല മോളെ, നിന്നെ നന്ദേട്ടൻ ഒരിക്കലും തോൽക്കാൻ അനുവദിക്കില്ല. നന്ദൻ അപ്പുവിൻ്റെ മുഖം പിടിച്ചുയർത്തി. നിനക്കെന്നെ വിശ്വാസമില്ലേ? ആ ഒരു ചോദ്യം മാത്രം മതിയായിരുന്നു അവളുടെ സങ്കടങ്ങൾ തീർക്കാൻ. അപ്പു ഈ ലോകത്ത് മറ്റാരെക്കാളും വിശ്വസിക്കുന്നത് എൻ്റെ നന്ദേട്ടനെയാണ്. നന്ദൻ അവളെ ചുറ്റി വരിഞ്ഞു. കാറ്റിന് പോലും കടന്നു വരാൻ ഇടം കൊടുക്കാതെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. അപ്പു നന്ദൻ്റെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഏറെ നേരം അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദൻ അങ്ങനെ നിന്നു. നന്ദൻ സ്കൂളിൽ പോകാനായി ഇറങ്ങുമ്പോഴേക്കും കുഞ്ഞാപ്പുവിൻ്റെ സ്വഭാവം മാറി. ബുള്ളറ്റിൻ്റെ ചാവിയും എടുത്ത് നന്ദൻ പോകുന്നതിൻ്റെ പിറകെ കുണുങ്ങി കുണുങ്ങി ചെന്ന് നിൽക്കും. നന്ദൻ അവനെ വാരിയെടുത്ത് ചുംബനം നൽകി അപ്പുവിനെ തിരികെ ഏൽപ്പിക്കും. കുഞ്ഞാപ്പു വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി. നന്ദൻ അവനെ എടുത്ത് ബുള്ളറ്റിൻ്റെ മുന്നിലിരുത്തി മുറ്റത്തുകൂടി 1-2 റൗണ്ട് ഓടിച്ചു. തിരികെ അപ്പുവിൻ്റെ അടുത്തേക്ക് വന്ന് അവനെ അവളുടെ കൈകളിൽ കൊടുത്തു. ഉണ്ട കവിളുകളിലൊന്ന് ചുംബിച്ചിട്ട് ഓടിച്ചു പുറത്തേക്ക് പോയി. കുഞ്ഞാപ്പുവിൻ്റെ നിലവിളി സഹിക്കാൻ വയ്യാതെയായപ്പോൾ ഭാർഗവൻ അവനെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. അന്ന് പകൽ മുഴുവനും കുഞ്ഞാപ്പുവിന് വലിയ പിടക്കം തന്നെയായിരുന്നു. 4-5 ദിവസമായി കുഞ്ഞിൻ്റെ ഒപ്പം സദാസമയവും നന്ദൻ ഉണ്ടായിരുന്നു. ഇന്ന് നന്ദൻ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ അവനാണ് ഏറ്റവും കൂടുതൽ വിഷമം. അപ്പോൾ റോഡിൽ കൂടി വണ്ടി പോകുന്ന ശബ്ദം കേൾക്കുമ്പോൾ അച്ഛേ എന്നുറക്കെ വിളിച്ചുകൊണ്ട് ചെക്കൻ ഓടി ഉമ്മറത്തേക്ക് വരും. നന്ദൻ അല്ലെന്ന് കാണുമ്പോഴേക്കും അമ്മേ, അച്ഛ വന്നില്ല, സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെയും ഇവിടെയും ഒക്കെ കറങ്ങി നടക്കും. വളരെ പാടുപെട്ടാണ് സൗദാമിനി അവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയത്. അച്ഛ കുളിപ്പിച്ചാൽ മതിയെന്നും പറഞ്ഞ് ചിറക്കം പിണങ്ങിയിരിക്കും. അപ്പുവിനും നന്ദനില്ലാത്തത് കൊണ്ട് വല്ലാത്ത വീർപ്പുമുട്ടലായിരുന്നു. അമ്മയും മോനും കൂടി ഏകദേശം 3 മണി കഴിഞ്ഞപ്പോൾ മുതൽ ഉമ്മറത്ത് വന്ന് കാത്തിരിക്കുകയാണ്. ഓരോ വാഹനം റോഡിലൂടെ പോകുമ്പോഴും അത് നന്ദനാണോ എന്ന് എത്തി നോക്കും.
നോക്കി നോക്കിയിരുന്ന് കണ്ണു കഴിച്ച് കുഞ്ഞാപ്പൂ ഉറങ്ങി. ആഹാ ആഹാ അച്ഛനെ നോക്കി നോക്കിയിരുന്ന് മോനുറങ്ങി. കുഞ്ഞാപ്പൂവിനെ സൗദാമിനി എടുത്തുകൊണ്ട് അവരുടെ മുറിയിൽ കിടത്തി. അടുത്തതിനി അമ്മ തന്നെ കാത്തിരിക്കെ. അതും പറഞ്ഞുകൊണ്ട് ഭാർഗവനും എഴുന്നേറ്റ് പോയി. അപ്പു ക്ലോക്കിലേക്കും മുറ്റത്തേക്കും മാറി മാറി നോക്കി. അപ്പോഴുണ്ട് നന്ദൻ്റെ ബൈക്ക് അതാ വരുന്നു. സന്തോഷം കൊണ്ട് അപ്പു അറിയാതെ എഴുന്നേറ്റ് ഓടി പുറത്തേക്ക് പോയി. നന്ദൻ ബുള്ളറ്റ് അവൾക്ക് മുന്നിലായി കൊണ്ടു നിർത്തി. എന്തിനാ അപ്പു ഇങ്ങനെ ഓടുന്നേ? ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നത്. എവിടെ കുഞ്ഞാപ്പൂ എവിടെ? ഇത്രയും നേരം അച്ഛനെ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഉറങ്ങി. അമ്മ മുറിയിൽ കിടത്താനായി പോയിരിക്കുകയാണ്. ആഹാ വന്നല്ലോ രണ്ട് മക്കളുടെ അച്ഛൻ. ഭാർഗവൻ നന്ദനെ നോക്കി കളിയാക്കി. അച്ഛനെ നോക്കി നോക്കിയിരുന്ന് ഒരാൾ ഉറങ്ങി. അടുത്ത ആളിതാ കളിപ്പാട്ടം കണ്ട കുഞ്ഞിനെ പോലെ നോക്കി നിൽക്കുന്നു. നിങ്ങൾക്കിതെന്താ മനുഷ്യ? വയസ്സാം കാലത്ത് ഇങ്ങോട്ട് വന്നേ. പിള്ളേരെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. സൗദാമിനി ഭാർഗവനെ കയ്യിൽ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ആണോ അപ്പു? കാത്തിരുന്ന് തളർന്നോ നീ? എന്നെ ഇതിൽ കയറ്റി ഒന്ന് ചുറ്റിക്കുമോ മാഷേ? ബുള്ളറ്റിനെ നോക്കിക്കൊണ്ട് അതിയായ സന്തോഷത്തിൽ അപ്പു ചോദിച്ചു. ബുള്ളറ്റിൽ ചേർന്ന് നിന്നുകൊണ്ട് അപ്പു ചോദിക്കുന്നത് കേട്ടപ്പോൾ നന്ദന് ചിരി വന്നു. അവൾ തൻ്റെ പഴയ അപ്പുവായി മാറിയെന്ന്. അപ്പു നന്ദൻ്റെ പിന്നിലേക്ക് കയറിയിരുന്ന് അവൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. അവളുടെ മുഖം അവൻ്റെ തോളിൽ ചേർത്ത് വെച്ചു. ബുള്ളറ്റ് പോകുന്ന ശബ്ദം കേട്ടിട്ടാണ് സൗദാമിനിയും ഭാർഗവനും പുറത്തേക്ക് വന്നത്. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. അവരെപ്പോലെ സ്നേഹിക്കാൻ അവർക്ക് മാത്രമേ കഴിയൂ. അന്നും ഇന്നും എന്നും അവരെന്നും ഇങ്ങനെ സ്നേഹത്തോടു കൂടി ജീവിക്കുന്നത് കണ്ടാൽ മതി. ഡോക്ടറുടെ മുന്നിലിരിക്കുമ്പോൾ സന്തോഷം കൊണ്ട് സുമിയുടെ ഹൃദയം നിറഞ്ഞു. ഇത്ര നാളത്തെ നിങ്ങളുടെ പ്രാർത്ഥനയുടെയും വഴിപാടുകളുടെയും ഫലമാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ തരുന്ന വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കണം. പിന്നെ അടുത്ത മാസം ഇനി വന്നാൽ മതി. സ്കാനിങ്ങും കഴിഞ്ഞ്. അനീഷിൻ്റെ കൈയും കോർത്ത് പിടിച്ച് സുമി ഡോക്ടറുടെ മുന്നിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. സന്തോഷം കൊണ്ട് ഇരുവരും കരയുകയായിരുന്നു. എത്ര കാലമായുള്ള കാത്തിരിപ്പിൻ്റെ ഫലമാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ സുമി ആദ്യം വിളിച്ചത് അപ്പുവിനെയാണ്. ഹലോ അപ്പുക്കളേ. അവളുടെ ശബ്ദത്തിലെ സന്തോഷം തിരിച്ചറിഞ്ഞു. എന്താ സുമി? എന്താ? ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന വാർത്തയാണോ പെണ്ണെ നിനക്ക് പറയാനുള്ളത്? അപ്പുവിൻ്റെ ആ ചോദ്യം കേട്ട് സിമി ഫോണിലൂടെ കരയുകയായിരുന്നു. നീ കേൾക്കാൻ കൊതിച്ച വാർത്ത തന്നെയാണപ്പൂ. ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. നിന്നെയാണ് ആദ്യം വിളിച്ച് പറയുന്നത്. ഞാൻ നന്ദേട്ടൻ വരുമ്പോൾ അവിടേക്ക് വരാം. ഈ വിവരം അച്ഛനോടും അമ്മയോടും ഒക്കെ ഒന്ന് പറയട്ടെ. അപ്പോൾ വേഗം മൊബൈല് കട്ട് ചെയ്ത് സൗദാമിനിയോടും ഭാർഗവനോടും ഒക്കെ വിശേഷം പറയാൻ പോയി. രഘുവും രാധയും സോമനും ലളിതയും സുജിത്തും ഒക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമാണ്. എത്ര നാളത്തെ നേർച്ചയുടെയും പ്രാർത്ഥനയുടെയും ഫലമാണ്. വൈകുന്നേരം നന്ദനും അപ്പുവും കുഞ്ഞാപ്പുവും എത്തിയതോടെ സന്തോഷം ഇരട്ടിച്ചു. കുഞ്ഞാപ്പു ഒരിടത്തും പോലും ഇരിക്കാതെ ഓടി നടക്കുവാണ്. അവന് പിന്നാലെ നന്ദനുമുണ്ട്. ആരും പറയില്ല കുഞ്ഞിൻ്റെ അച്ഛൻ അവനല്ലെന്ന്. അത്രയും അടുപ്പമാണ്. രാത്രിയിൽ ഏറെ വൈകിയാണ് അപ്പുവും നന്ദനും കുഞ്ഞാപ്പുവും കൂടി വീട്ടിലെത്തിയത്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഫ്രഷായി കിടക്കാൻ വരുമ്പോൾ നന്ദൻ ബാൽക്കണിയിൽ നിൽക്കുന്നത് കണ്ടു. അപ്പു പിന്നിൽ ചെന്ന് നിന്നതും നന്ദൻ അതറിഞ്ഞതേയില്ല. എന്തോ വലിയ ആലോചനയിലാണ്. എന്താ നന്ദേട്ടാ? വലിയ ആലോചനയിലാണല്ലോ. ഒന്നുമില്ല അപ്പൂട്ടാ. എന്താണ് എൻ്റെ അപ്പൂൻ്റെ മുഖത്തൊരു വിഷമം? നന്ദേട്ടാ, നമുക്കും വേണ്ടേ ഒരു കുഞ്ഞ്? അപ്പുവിൻ്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോൾ നന്ദനൊന്ന് ഞെട്ടി. എന്താ എൻ്റെ അപ്പൂന് പെട്ടെന്ന് അങ്ങനെ ഒരു ആഗ്രഹം? നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 7-8 മാസമായില്ലേ. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആഗ്രഹം കാണില്ലേ നന്ദേട്ടൻ അച്ഛനാകുന്നത്? നന്ദൻ്റെ മുഖം ഗൗരവത്തിലായി. അപ്പൂ, ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല നന്ദേട്ടാ, ആരും ഒന്നും പറഞ്ഞില്ല. എനിക്ക് നന്ദേട്ടൻ്റെ കുഞ്ഞിനെ വേണം. വളരെ നിഷ്കളങ്കമായി അവൾ പറയുന്നത് കേട്ടപ്പോൾ നന്ദൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അത്രമേൽ ആഗ്രഹത്തോടു കൂടിയാണ് പെണ്ണിൻ്റെ ആ പറച്ചിൽ. തുടരും.